അസ്സലാമു അലൈക്കും. 2002 ഗുജറാത്ത് കലാപം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ മാസമാണ്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നടന്നിട്ടുള്ളത്. 2002 അല്ല, അതിന് മുന്നേ തുടങ്ങിയതാണ്, അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ഇടയിൽ ഒരു തീജ്വാല അങ്ങ് ഇട്ടുകൊടുത്തു, തമ്മി തല്ലിക്കാനുള്ളത്. ആ കാലഘട്ടത്തിന് ശേഷമാണ് നമ്മൾ നരേന്ദ്രമോദി എന്ന പേര് പോലും കേൾക്കുന്നത്. ഇന്നിതാ ഗുജറാത്ത് കലാപത്തിനെ പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് വീര്യമുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ മുസൽമാനെ ഇങ്ങനെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുക. മുസൽമാനോട് മാത്രമല്ല, ക്രൈസ്തവനോടും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദുക്കളായ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല. സംഘപരിവാരം ദളിതരായ ആളുകളെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജിം അടിച്ചു പൊളിക്കാനും അദ്ദേഹത്തിനെ കൊല്ലാനും വേണ്ടിയിട്ട് അന്ന് ഏത് രീതിയിലാണോ ബബു ബജ്രംഗിയൊക്കെ പണിയെടുത്തത്, ആ രീതിയിലുള്ള പ്ലാനിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അന്ന് പരോക്ഷമായിട്ടാണെങ്കിൽ ഇന്ന് പ്രത്യക്ഷമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അവരെയൊക്കെ ഞാൻ ബാബു ബജ്രംഗിയെ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നരേന്ദ്രമോദി ഉണ്ടായിരുന്നു ബാബു ബജ്രംഗിയെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നതല്ല, BBC ഡോക്യുമെന്ററി പറയുന്നതാണ്. നരേന്ദ്രമോദി അന്ന് മുട്ട് കൂട്ടിയിടിച്ച ആ കാര്യമാണെന്ന് കേൾക്കാം. Mr. Bajrangi made an extraordinary claim about Narendra Modi. He said that when he was arrested for murder, several months after the massacre, Mr. Modi helped him get bail by changing the judge. फिर नरेंद्र भी हमारे को संदेश भेजा कि ठहर जाओ, मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है. फिर उन्होंने जज को भेजा, जज ने फाइल नहीं खुद नहीं बोले जा रहे हैं. ബാബു ബജ്രംഗിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ഒരു ദിവസം പോലും ജയിലിൽ കടന്നിട്ടില്ല. നരേന്ദ്രമോദി നിരന്തരമായിട്ട് കേസ് വരുന്ന സമയത്ത് ജഡ്ജിയെ മാറ്റിക്കൊണ്ടേയിരുന്നു, ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത്. 3 ദിവസം ഞങ്ങൾ കണ്ണടച്ചു തരാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളൂ എന്ന് അവനോട് പറഞ്ഞു എന്ന് അവൻ കൃത്യമായി തുറന്നു പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കോടതിയിലെത്തിയപ്പോൾ കോടതി അങ്ങ് തള്ളി. ഇങ്ങനെ വലിയൊരു എവിഡൻസ് ഉണ്ടായിട്ട് പോലും അതൊക്കെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോന്റെ ഇൻട്രോ ആയിട്ട് വെറുതെ വെച്ചു എന്നുള്ളൂ ഈ ഒരു കാര്യം. തുടർന്ന് അങ്ങോട്ട് കാണുമ്പോൾ കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. തുടർന്ന് അങ്ങ് കാണാം എന്താണ് ദീപക്കിന് പറ്റിയതെന്നും ആരാണ് ദീപക് എന്നും ആരൊക്കെയാണ് ഇപ്പോ ആ കൊലവിളികൾ നടത്തുന്നത് എന്ന് ഒന്ന് കേൾക്കാം. എന്റെ പേര് മുഹമ്മദ് ദീപക്. അത് വെറുമൊരു മറുപടിയായിരുന്നില്ല, ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. ഹിന്ദുത്വ സംഘടനകളുടെ സമനില തെറ്റിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒന്ന്. ഇക്കഴിഞ്ഞ ജനുവരി 26 ഉത്തരാഖണ്ഡിൽ ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്താനെത്തിയ ബജ്രംഗ് ദൾ സംഘത്തോടായിരുന്നു ദീപക് കുമാർ എന്ന യുവാവിന്റെ ഈ മറുപടി. ദീപക് കുമാർ തന്റെ സുഹൃത്തിന്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള കടയുടെ ഉടമ വക്കീൽ അഹമ്മദ് എന്ന വയോധികനെ ഭീഷണിപ്പെടുത്താൻ ഹിന്ദുത്വ സംഘം എത്തുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരെന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവർക്ക് വക്കീൽ അഹമ്മദിന്റെ കടയുടെ ബാബ എന്ന പേരായിരുന്നു പ്രശ്നം. ശബ്ദം കേട്ട കാര്യം തിരക്കിയപ്പോൾ ദീപകിനോട് വിഷയത്തിൽ ഇടപെടരുത് എന്ന് കൂട്ടത്തിൽ ഒരാൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു വൃദ്ധനെ അയാളുടെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ ദീപക് തയ്യാറായില്ല. മറ്റുള്ളവർക്കെല്ലാം ബാബ എന്ന് കടയ്ക്ക് പേരിടാമെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദിന് മാത്രം പറ്റില്ല എന്നായിരുന്നു ദീപകിന്റെ ചോദ്യം. 30 വർഷത്തെ പഴക്കമുള്ള അഹമ്മദിന്റെ കടയുടെ പേര് നിങ്ങൾ മാറ്റിക്കുമോ എന്നും ദീപക് ചോദിച്ചു. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ ദീപകിനോട് പേരെന്താണെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നത്. മുഹമ്മദ് ദീപക്, അയാൾ ആ പേര് പറയുമ്പോൾ ഒരുപക്ഷെ ബാബു ബജ്രംഗിയുടെ അനുയായികൾക്ക് കാൽമുട്ട് കൂട്ടിയടിച്ചിട്ടുണ്ടാവും. കാരണം അയാൾ ഒരു ബജ്രംഗി കൂടിയായിരുന്നു എന്നുള്ളതാണ്. അയാൾ ഹനുമാനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അയാൾ ഒരു ബജ്രംഗ് പ്രവർത്തകനാണ്. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന തന്റെ സഹോദരന് തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരുടെ ജാതിയും മതവും വർഗവും രാഷ്ട്രീയവും ഒന്നും ഞാൻ തികഞ്ഞു പോകാറില്ല. ആപത്ത് വരുമ്പോൾ അയാളെ സഹായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിനെ കാണാൻ പോയി, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകി. ഏകദേശം 40,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ജിമ്മിന് ഒരു മാസം അയാൾക്ക് റെന്റ് വരുന്നത്. ഈ ബജ്രംഗ് പ്രവർത്തകരും RSSകാരും എല്ലാവരും ചേർന്നുകൊണ്ട് ആ ജിമ്മിലേക്ക് വരുന്ന ആളുകളെയൊക്കെ തല്ലി ഓടിച്ച് ഏകദേശം 250-ൽ പരം ആളുകൾ ഉണ്ടായിരുന്ന ജിമ്മിൽ 10 ആളായി ചുരുങ്ങുന്നു, ഇപ്പോൾ 2 ആളായി ചുരുങ്ങുന്നു. എന്നാലും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യന്മാര് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ മനുഷ്യനെ എന്തിനാണ് ഇവർ ആക്രമിക്കുന്നത്? ഈ മനുഷ്യനെ എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇത് ജനാധിപത്യ രാജ്യമായി തുടരുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. ഇത് ഹിന്ദു രാജ്യമാക്കണം എന്ന ആഗ്രഹം അവർക്ക് നടക്കാതെ പോകും ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കൈയും കാലും വീശി വന്നപ്പോൾ ആളുടെ ഒരു കൈ മതിയായിരുന്നു എല്ലാവരെയും തല്ലി നീക്കാൻ. എന്നാൽ കൂട്ടമായി ആക്രമിക്കുമ്പോൾ എന്തു ചെയ്യും? ഈ പനി പിടിച്ചിരിക്കുന്ന സമയത്തും വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇത്തരം ഒരു വിഷയം ഇവിടെ നടക്കുമ്പോൾ ചത്താലും വേണ്ടില്ല, വിഷയം പറയുക തന്നെ വേണമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് വന്നത്. അദ്ദേഹത്തിന് നേരെ ഇപ്പൊ ഒരുപാട് കൊലവിളികൾ വരുന്നുണ്ട്. അതും പോലീസുകാരുടെ ഒത്താശയോടുകൂടി പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതും പോലീസുകാരോട് പെർമിഷൻ പോലും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം 3 കൂത്തറകളുടെ വീഡിയോ ആണ്, അത് കാണാം. 5 सेकंड खातिर पुलिस प्रशासन और हेमंत सोरेन का पहले नाम लेबो मैं हेमंत सोरेन के हमें हेमंत सोरेन अलग कर दे, अलग तब हिंदू के दम देख हिंदू
हिंदू के दम देख पर नहीं काटा है तो रब्बा रब्बा काटबो मुस्लिम के इधर बुझ के रब्बा रब्बा काटो रब्बा रब्बा काली माई के मंदिर में रब्बा रब्बा काली माई के मंदिर में भांग दो ना काली माई के मंदिर में रब्बा रब्बा काटो मुस्लिम के मुस्लिम सुन ले बात एक बात ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും ഇവനൊക്കെ ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ നാട്ടിലുള്ള ഒരു പോലീസുകാരൻ പോലും ഒരു കേസും എടുക്കില്ല. കാരണം ഒത്തേശയാണ് സംഘപരിവാറിന് ഇവരെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ലല്ലോ ഈ രാജ്യം പിടിച്ചടക്കിയിട്ടുള്ളത്. EVM മെഷീൻ തട്ടിപ്പും ഒരുപാട് ഊളത്തരം കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ 1992 ബാബരി മസ്ജിദ് തകർക്കുന്നു, അവിടെ നിന്നാണ് ഇവർ ഉയർത്ത് എഴുന്നേറ്റത്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആത്മീയത മാത്രമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്തരത്തിലേക്ക് വള്ളിക്കാല് വെച്ച് വീഴ്ത്തിയത് എന്നുള്ളതാണ്. ഒന്നിന് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ഇപ്പൊ ഇവർ പറഞ്ഞ വാക്കുകളില്ലേ, മുസ്ലിങ്ങളെ തേടി പിടിച്ച് ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്നുള്ളത്, ഇതേ വാക്ക് ബാബു ബജറാങ്കി പറഞ്ഞൊന്ന് ഓർത്തെടുത്താലോ? ഓർക്കാം. किसी को नहीं छोड़ा, पनपने नहीं चाहिए. मैं तो आज भी बोलता हूँ कि कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से कुछ मारो, काटो, जलाना. कैसा लगता है जब मजा आता है सब. उसको मार के आके घर पे सो गए. അവരൊക്കെ കൊന്ന് സമാധാനത്തോടു കൂടി ഞാൻ വീട്ടിൽ കിടന്നുറങ്ങി എന്നാ പറയുന്നത്. മുസ്ലിങ്ങളെ തേടി പിടിച്ച് അടിച്ച് കൊന്നു, ബലാത്സംഗം ചെയ്തു, അങ്ങനെ ഒരുപാട് വൃത്തികേടുകൾ ബാബു ബജറാങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വാക്കുകൾ തന്നെയല്ലേ ഇന്നും നമ്മൾ മുഴങ്ങി കേൾക്കുന്നത്? അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൂമാലയിട്ട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെയാണോ പൊതു ഇടങ്ങളിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? ഈ നാട്ടിൽ ഒരു നിയമ സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിലെങ്കിലും വരും. മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അവാർഡുകൾ വാരിക്കോരി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആരാ കൊടുക്കുന്നേ? അതങ്ങ് നോർത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിൽ ഇമാതിരി ഊളത്തരം പറയുന്ന ആളുകളെ കേരള പോലീസ് കൊണ്ടുപോയി ഇടാറുണ്ട് ജയിലിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് കീഴിലാണ് കുറച്ചെങ്കിലും പോലീസുകാർ പ്രവർത്തിക്കുന്നത്. കുറച്ചാളുകൾ രാഷ്ട്രീയ ബുദ്ധിയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇനി അന്ന് ബാബു ബജറാങ്കി പറഞ്ഞതുപോലെ തന്നെ ഇന്നും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കേൾപ്പിക്കാം. मुझे जो है दीपक, जिसे मुल्ला बनने का बड़ा शौक चला है, मोहम्मद दीपक, ये कोट द्वार में आज मेरी पूरी टीम पूरी ताकत के साथ जा रही है. ललित जी निकल गए हैं, संकेत जी निकल गए हैं, सभी निकल गए हैं. तो आप लोगों से बताना चाह रहा हूं, उसे बहुत मुल्ला बनने का शौक चढ़ा है. आज उसे ठीक कर दिया जाएगा. मेरे आवाज पर तो सभी भाई आ गए हैं और कह रहे हैं कि वहां उत्तराखंड सरकार ने इन्हें कहा होगा कि भाई उन्हें वहां रोको. कोई बात नहीं है, मैं यहां रुक गया हूं, लेकिन मेरी टीम जा रही है. उसका मुल्ला बनने का भूत उसके सर से उतारेगी, उसे ठीक जरूर करेंगे. ഇതൊക്കെ കേരളത്തിലാണെങ്കിൽ എന്താ അവസ്ഥ? ഏതെങ്കിലും സംഘി ഇതേപോലെ പറയോ ഞങ്ങൾ കൂട്ടമായി വരുന്നുണ്ട്, നീ മുഹമ്മദ് ദീപക് ആണെങ്കിൽ ഞങ്ങൾ ബാബു ബജറാങ്കിയുടെ ആളുകളാണെന്ന് പറഞ്ഞ് വരാൻ നിൽക്കുവോ? വരില്ല. വരാനുള്ള ധൈര്യം അവർ കാണിക്കില്ല. കാരണം കേരളത്തിൽ അന്നം കഴിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ചണം കഴിക്കുന്ന ഇത്തരം നാറികളുള്ള നാട്ടിൽ അങ്ങനെ പലതും നടക്കും എന്നുള്ളതാണ്. അയാൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നു, അയാൾ ഹിന്ദുക്കളെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോകുന്നത്. ഇയാളുടെ ചുറ്റിലും നിൽക്കുന്ന പോലീസുകാരെ നിങ്ങൾ കണ്ടോ? അവരുടെ മുഖഭാവങ്ങൾ നിങ്ങൾ കണ്ടോ? അതാണ് പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാ. പക്ഷെ അത് നോർത്തിലേക്ക് പോകുമ്പോൾ 90% പോലീസുകാർക്കും ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഏത് രാജ്യത്താണ് ആ രാജ്യത്തിനെ കാക്കുന്ന പട്ടാളക്കാര് ഏതെങ്കിലും പ്രത്യേക സംഘടനയ്ക്ക് കൂടെ നിൽക്കുക? ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒന്നും ഒരു സംഘടനയിലും പ്രവർത്തിക്കാനും കഴിയില്ല. അവർ ഈ രാജ്യത്തിന്റെ സ്വത്താണ്, ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ്. നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പലതും കാണുന്നു എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടി എന്തുകൊണ്ട് ഈ ഭരണകൂടം സംസാരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ 2002 നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് ബാബു ബജറാങ്കി പറഞ്ഞത് കേട്ടു നോക്കിയാലോ. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രത്യേകിച്ചൊന്നും നടക്കുകയൊന്നുമില്ല. ഒന്ന് കാണാം. फिर नरेंद्र भी हमारे को संदेशा भेजा कि ठहर जाओ, मैं अभी सेटिंग करता हूँ, अभी टाइम निकल गया है. फिर उन्होंने जज को भेजा, जज ने फाइल नहीं देखी, कुछ नहीं बोले जा रहे ग्रांटेड. तो उन्होंने जो 3 दिन का मोहलत दिया था, जो भी करना चाहो कर लो, 3 दिन के बाद में बंद कर दूंगा, ये उन्होंने खुलेआम कहा था. और 3 के बाद बोला कि आप बंद कर दो, और सारा बंद हो गया. not only enough but excellent work they have done. excellent work they have done within 72 hours. They have no right to talk about the internal matter of any government. ഈ വീഡിയോ കാണിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് BBC ഡോക്യുമെന്ററി ഇന്ത്യയിൽ വിലക്കിയത്. പക്ഷേ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വ്യക്തമായിട്ട് ഇത് എല്ലായിടങ്ങളിലും പ്രദർശിപ്പിച്ചു. ജനങ്ങളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ വീഡിയോസ് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്താണ് യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുമായിരുന്നു.
3 ദിവസം അവർക്ക് സമയം കൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ. അടിപൊളി വർക്കാണ് അവരവിടെ ചെയ്തത്. ഇതാണ് മോദി പറയുന്നത്, ബാബു ബജ്റാങ്കി പറയുന്നത് അതും. ഇനി അതേ കാര്യം തന്നെയല്ലേ ഇന്ന് നടക്കുന്നത്? പോലീസുകാരുടെ ഒത്താശയോടുകൂടി പോലീസുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് അയാൾ പറയുന്നത് ഒന്നുകൂടി കേൾക്കാം. चाहे कुछ भी हो जाए, लेकिन सनातन धर्म पर कोई भी अगर ठेस चोट पहुंचाएगा तो उसे जरूर ठीक किया जाएगा। ये बिल्कुल स्पष्ट रूप में, अगर किसी हिंदू ने इस तरीके से, जैसे ये फॉलोअर्स बढ़ाने के चक्कर में, वो बदतमीजी करने के चक्कर में सनातन धर्म को नुकसान पहुंचा रहा है, इसे जरूर ठीक करेंगे। और इसको तो बिल्कुल मैं मानूंगा नहीं। ललित जी पहुंच गए हैं, इसको ठीक करेंगे। और इसका औकात भी पता लग गई है, इसके जिम्मे अब कोई आ नहीं रहा है। और मैं बता रहा हूं, मोनू मानेसर के लिए पूरी ताकत के साथ हम लोग जो है मुख्यमंत्री से मिलेंगे, नायब सिंह सैनी जी से, और मोनू मानेसर को निकालने की कार्रवाई करेंगे। ठीक है, सभी भाइयों को जय श्री राम। पूरी ताकत के साथ सनातन धर्म के साथ खड़े रहो, अड़ते रहो और लड़ते रहो। जिहादियों को ताकतवर मत बनने दो। സനാതൻ ധർമ്മ്, ജയ് ശ്രീരാം. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു എന്നുള്ളതാണ്. ഒരു ഹൈന്ദവനായ ഞാൻ പറയുന്നു, ദീപക് ചെയ്തത് 100% ശരിയാണ് എന്നുള്ളത്. നമ്മുടെ ചുറ്റിലും കഷ്ടത അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനാണോ എന്നൊന്നും നോക്കേണ്ടതായിട്ടില്ല. എന്നാൽ കേരളത്തിൽ വന്ന് ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം മുട്ട് കൂട്ടി അങ്ങിടിക്കും. ഞാനിത് പറയുന്നത് എടപ്പാളിൽ വെച്ചുകൊണ്ടാണ്. എടപ്പാൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അന്ന് സംഘപരിവാറിനെ അടിച്ചോടിച്ച കൂട്ടത്തിലുള്ള ഒരു സഖാവായിരുന്നു ഞാൻ. ഇന്ന് സഖാവ് തന്നെയാണ്, പക്ഷെ കൊടിയൊന്നും ഞാൻ പിടിക്കുന്നില്ല. കൊടിയൊന്നും പിടിക്കാതെ സഖാവായി പ്രവർത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല. നന്മയുടെ കൂടെ മാത്രം നിന്നാൽ മതി, സഖാവായിക്കൊള്ളൂ. എന്നാൽ ആ വാക്കിന് അർത്ഥം പല ആളുകളും നശിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അവരെ ഒന്നും ആ ഗണത്തിൽ പോലും കൂട്ടരുത്. കാരണം ഒരു സമുദായത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ സമുദായം മുഴുവൻ മോശക്കാരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ച് നന്മ നിറഞ്ഞ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. 2002 നരേന്ദ്രമോദി കണ്ണടച്ചു. 2025-26 കാലഘട്ടത്തിൽ അതേ നരേന്ദ്രമോദി കണ്ണടയ്ക്കുന്നതും നമ്മൾ കാണുന്നു. ഭയമുണ്ട് ഈ ഇന്ത്യയിൽ ജീവിക്കാൻ. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.